മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതിന് പ്രിൻസിപ്പലിനെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയ ഒരു കുട്ടിയുടെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പാലക്കാട് ആനക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ +1 വിദ്യാർത്ഥിയെ സ്കൂൾ അധികൃതർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന ആ വീഡിയോ പുറത്തു വന്നതിൽ സ്കൂൾ അധികൃതരോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ബാലാവകാശ കമ്മീഷൻ. ഒരു മോശം പെരുമാറ്റം കുട്ടികളിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ വീഡിയോ ചിത്രീകരിച്ച് ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കുകയല്ല, മറിച്ച് കുട്ടിക്ക് തെറ്റ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടതെന്നാണ് ബാലാവകാശ കമ്മീഷൻ്റെ നിലപാട്. വിദ്യാർത്ഥിക്ക് കൗൺസിലിംഗ് നൽകുമെന്നും ബാലാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ അധ്യാപകർക്ക് വീഴ്ച പറ്റിയെന്ന വിമർശനം നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട കുട്ടികൾ എവിടെ പോകാനാണെന്നും ആർക്കാണ് അവരെ നല്ല വഴിക്ക് നയിക്കേണ്ട ചുമതലയെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. പ്രചരിക്കുന്ന വീഡിയോയിൽ കാണുന്ന അധ്യാപകൻ്റെ ഞെട്ടലും നിസ്സഹായാവസ്ഥയും ചൂണ്ടിക്കാണിച്ചാണ് പലരും കുട്ടിയെ ക്രൂശിക്കുന്നത്. എങ്കിലും സ്കൂളിൽ നിന്ന് ആ കുട്ടിയെ പൂർണ്ണമായും പുറന്തള്ളുന്നത് അവനെ കരുണയില്ലാത്ത പുറം ലോകത്തേക്ക് എറിഞ്ഞു കൊടുക്കലാണ്. കുട്ടികളെ കൈയൊഴിയാൻ എളുപ്പമാണ്. ആ വഴിയാണ് ഇപ്പോൾ സ്കൂൾ സ്വീകരിച്ച് കാണുന്നത്. ചില അധ്യാപകരുടെ കുട്ടികളോടുള്ള സ്വഭാവ വൈകൃതങ്ങൾ കാണുമ്പോൾ കുറേ അധ്യാപകരെ കൂടി കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഓർക്കുക, 2ാം ക്ലാസ്സിലെ ഒരു അധ്യാപികയുടെ കരുണ കൊണ്ട് മാത്രം ഉന്നത വിദ്യാഭ്യാസം നേടാൻ അവസരം ലഭിച്ച ഒരാളാണ് ഇത് പറയുന്നത്. കുട്ടികളുടെ മനഃശാസ്ത്രം അറിയാത്ത അത്രമാത്രം അധ്യാപകർ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് എഴുത്തുകാരൻ കൂടിയായ നസീർ ഹുസൈൻ അഭിപ്രായപ്പെടുന്നത്. കുട്ടിയെ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുത്ത സ്കൂൾ അധികൃതരുടെ നടപടിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നത്. ഒരു വീഡിയോ കാരണം വീട്ടുകാരിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് അവരിനി അനുഭവിക്കാൻ പോകുന്ന മെൻ്റൽ ടോർച്ചർ ചെറുതാവില്ലെന്നും വീഡിയോ എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നതിന് മുന്നേ ജുവനൈൽ ആക്ട് എന്ന നിയമത്തെക്കുറിച്ച് അധ്യാപകർ പഠിക്കുന്നത് നല്ലതായിരിക്കുമെന്നും പോകുന്നു വിമർശനങ്ങൾ. ഏതായാലും ചെയ്ത കുറ്റത്തിൽ മാനസാന്തരമുണ്ടെന്നും മാപ്പ് പറയാൻ തയ്യാറാണെന്നും കുട്ടി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഫോൺ വാങ്ങിവെച്ച് വഴക്ക് പറഞ്ഞതിൻ്റെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതാണെന്നും സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ ഇടപെടണമെന്നും വിദ്യാർത്ഥി പോലീസിനോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. വിഷയം സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ ഇനിയെങ്കിലും സ്കൂൾ അധികൃതർക്ക് സാധിക്കട്ടെ. തെറ്റു മനസ്സിലാക്കി മാപ്പ് പറഞ്ഞ കുട്ടിക്ക് തുടർന്ന് പഠിക്കാനുള്ള സാഹചര്യമുണ്ടാവട്ടെ.